നിന്നെ ഇവിടെ എന്തിനാ വിളിപ്പിച്ചെന്നറിയോ? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, എന്നതിന് മറുപടിയില്ല. അതിന്റെ മറുപടി ചിലപ്പോൾ നിന്റെ കയ്യിലുണ്ടാവും. നോക്ക്, എനിക്കാകെ ഇത്രേ അറിയത്തുള്ളൂ. എന്തോ ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന്. പിന്നെ ആ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാ പിന്നെ കാര്യങ്ങളധികം വളച്ചൊടിക്കാതെ ഞാൻ നിന്നോട് സിമ്പിളായിട്ട് നിങ്ങൾ ചോദിച്ചു. എനിക്കതിന്റെ സിമ്പിൾ മറുപടി തന്നാൽ മതി. നിനക്ക് ഷെർലിനുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഓ ഗോഡ്, പണ്ട് എന്റെ ഷെർലിൻ ബേബി സ്വപ്നം കണ്ടിരുന്നു എല്ലാ നമ്പ്യാർമാരും കൂടെ ചേർന്ന് എന്നെ തല്ലി ചതയ്ക്കുന്നതായിട്ട്. ഇനി എങ്ങനെ എന്റെ ജാതകത്തിൽ ആ ദിവസം ഇന്നായിരിക്കോ? ഇന്ന് ഞങ്ങൾ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. രോഹിത് നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? അതോ ഞാൻ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, അതിന്റെ ഒരു ആവശ്യമില്ല. ഞാനെന്താ മിണ്ടാതിരുന്ന് പോയെന്ന് വെച്ചാൽ ഞാൻ ശകലം കൺഫ്യൂസ്ഡ് ആണ്. ഇത്ര വിചിത്രമായ ചോദ്യം എന്നോട് എന്തിനാ ചോദിക്കുന്നതെന്ന്. ഐ മീൻ, ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓ, സോ ഇന്നസെന്റ്. നിങ്ങളിത് വിട്ടുകളഞ്ഞേക്കെ. ഞാൻ ഈ ഇന്നസെന്റ് കൺഫ്യൂസ്ഡ് ആളുമായിട്ട് സംസാരിച്ചോളാം വന്നേ. ആ, നിന്നോട് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം, അതിന് സ്ട്രെയിറ്റ് ആയിട്ട് മറുപടിയും പറയണം. ഓക്കെ അല്ലേ? അല്ല, ഷേളിന്റെ ഡയമണ്ട് നെക്ലസ് നിന്റെ കാറിൽ എന്തെടുക്കായിരുന്നു പൃഥ്വി? നെക്ലസ്? ഏത് നെക്ലസ്? ഈ നെക്ലസ്. അല്ല, എന്തോ പറ്റി? ഈ നെക്ലസും നിന്റെ കാറും തമ്മിൽ എന്ത് കണക്ഷനാ ഉള്ളേ? എടാ, ഒന്ന് വാ തുറന്ന് പറയേ. വി ആർ വെയിറ്റിംഗ്. ശരിക്കും നോക്കിക്കോ. ആ, പിന്നെ ഇന്ന് നിന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നോക്ക്. ശരി, ഇനി ഒരു സീരിയസ് ചോദ്യം ചോദിക്കാൻ പോവാ. അതായത്, ഈ മാലയ്ക്കും നിന്റെ കാറിനും തമ്മിൽ എന്ത് കണക്ഷനാ ഉള്ളത്? വേഗം പറയൂ. വി ആർ വെയിറ്റിംഗ്. ആ, ഇപ്പൊ ഈ മാല നിന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനായിട്ട് നീ വരണ്ട. കാരണം പ്രീത തന്നെ നിന്റെ വണ്ടി നിർത്തിയത്. അതായത് പ്രീത അച്ഛമ്മയുടെ കൂടെ പിൻസീറ്റിൽ ഇരിക്കുന്ന ആ സമയത്ത്. ആ, ഞാൻ നേരിട്ട് കണ്ടതാ പ്രീത നിന്റെ വണ്ടിയിൽ നിന്ന് ഈ മാല എടുക്കുന്നത്. താൻ ഈ മാല കിരണ് കൊടുത്തു. ഒരേ ഒരു തവണ എന്നോട് നിനക്ക് ചോദിക്കായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വരുമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹോസ്പിറ്റലിൽ വെച്ച് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ ഡോക്ടർ വന്നപ്പോ പിന്നെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. ഞാൻ നിങ്ങളോട് ഡയറക്റ്റ്. പ്രീത, താൻ ഇതിനെ കുറിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും തന്നോടൊന്നും ചോദിച്ചിട്ടില്ല. പ്രീത നിങ്ങളോട് ചോദിച്ചില്ലേ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചില്ലേ, അതൊന്നും അല്ല ഇവിടെ കാര്യം. ഞാൻ നിന്നോടൊരു സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. എനിക്ക് വേണ്ടതൊരു സിമ്പിൾ മറുപടി മാത്രമാണ്. ആ മാല നിന്റെ കാറിൽ എങ്ങനെ വന്നു? അല്ല, നീ എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആ, നിന്റെ കൈ തന്ന ശേഷം നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇത് മറുപടി പറയാ. ഇത് നിന്റെ കാറിൽ എന്ത് ചെയ്യുമായിരുന്നു? വേഗം. നോക്ക്, ഞാൻ നിങ്ങളെല്ലാവരെയും നന്നായി മാനിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ഇതെന്നല്ല നിങ്ങൾക്ക് എന്നെ അപമാനിക്കാന്ന്. നിങ്ങൾ എല്ലാവരും എന്നെ ഇപ്പൊ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാരണം കൊണ്ട് തന്നെ എനിക്കതിന് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകും. പക്ഷെ ഒരാളോട് മാത്രം, പ്രീതയോട്, നിങ്ങളോടല്ല. കാരണം അതറിയാനുള്ള അവകാശം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രീതയ്ക്ക് മാത്രമാണ്. എന്നാലും ഈ പൃഥ്വി ഇതെന്താ ചെയ്യുന്നേ? പിടിച്ചോ.
ഇതെന്താ? ശ്രദ്ധിച്ചു നോക്ക്, കാണുമ്പോൾ തന്നെ പ്രീതയ്ക്ക് മനസ്സിലായിക്കോളും. ഇത് ആ നെക്ലസിന്റെ റെസിപ്റ്റ് അല്ലേ? ആ നോക്ക് നോക്ക്, കണ്ണ് തുറപ്പിച്ച് വെച്ച് തന്നെ നോക്ക്. നിനക്ക് സമാധാനാവട്ടെ. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും പാസ് ചെയ്യും, എല്ലാവർക്കും സമാധാനാവട്ടെ. എനിക്കറിയായിരുന്നു നീ എന്തെങ്കിലുമൊക്കെ അടവിറക്കുമെന്ന്. ഐ ലവ് യു ബേബി. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. എനിക്ക് നിങ്ങളാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇത് ആ ജ്വല്ലറിയാണ് ഞാൻ എന്റെ അമ്മയുടെ കൂടെ പോയി വാങ്ങിയത്, പ്രീതയ്ക്ക് കൊടുക്കാനായിട്ട്, സർപ്രൈസ് ആയിട്ട്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു സർപ്രൈസ് നിങ്ങൾക്ക് സംശയം മാറുമെന്ന്. എനിക്കത് ഷോക്കും. എന്റെ ഗിഫ്റ്റിന് ഇങ്ങനൊരു വിധി. നീ വിട്ടിത്തോ ഈ പറയുന്നേ? ആ വിഡിത്തം പറയാണ് ഞാൻ. എന്നാ പിന്നെ ഇതും കൂടെ പറയണം. ഏറ്റവും വലിയ സത്യസന്ധ നീയും ഏറ്റവും വലിയ നുണയനായ ആള് ഞാനും എന്ന്. ഏയ്, നിന്നെ ഇവിടെ ആരും ഡയലോഗ് അടിക്കാനല്ല വിളിച്ചേ. നീ പറഞ്ഞ കാര്യത്തിന് തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ. കമോൺ 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 കമോൺ, ഡോണ്ട് ലുക്ക് അറ്റ് മീ, കമോൺ പ്രൂവ് ഇറ്റ്. അത് തന്നെ, ഒന്ന് തെളിയിക്ക് മോനെ. അതായത് ഈ മാല, ഈ നെക്ലസ് നീ നിന്റെ അമ്മയുടെ കൂടെ വാങ്ങിയെന്ന്. നിന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം, ആന്റിക്ക് ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം, അവരോട് തന്നെ ചോദിക്കാം. ഇടന്ന് ഫോൺ ചെയ്യാ, നോക്കി നിൽക്കാതെ ഫോൺ ചെയ്യാൻ. ശരി, എന്റെ അമ്മയെ ഞാൻ വിളിക്കാം. എന്റെ കൂടെ തന്നെ എന്റെ അമ്മയെ നിങ്ങൾക്ക് ഇൻസൾട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഞാൻ എന്റെ അമ്മയെ ഇപ്പൊ തന്നെ വിളിക്കാം. വേണ്ട വേണ്ട. നീ ഇതിന്റെ ഇടയ്ക്ക് കയറണ്ട പ്രീത. നീ ഫോൺ ചെയ്യ, വേഗം ചെയ്യ. സ്പീക്കർ ഓൺ ചെയ്യ, ഓൺ ചെയ്യ, സ്പീക്കർ ഓൺ ചെയ്യാൻ. എല്ലാവരും കേൾക്കട്ടെ. ഹലോ ഹലോ അമ്മേ, ആ നെക്ലസ് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? ആ നെക്ലസ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നെക്ലസ്? ഏത് നെക്ലസാ മോനെ? ആ അതോ, നേരത്തെ കാണാതെ പോയതല്ലേ? ഓ, അത് നേരത്തെ കിട്ടിയതാണല്ലോ. ആ അതെ, ആ നെക്ലസിന്റെ കാര്യം ഞാൻ പറയുന്നത്. ആ നഷ്ടപ്പെട്ട നെക്ലസ് ഉണ്ടല്ലോ, ആ നെക്ലസ് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കണ്ട. ആ മോനെ, പക്ഷേ പിന്നെ അമ്മ ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ വിളിക്കാം. ഓക്കെ ബൈ. ഒരു മിനിറ്റ്. എന്തു പറ്റി? തെളിവ് കിട്ടിയില്ലേ? എടാ, എന്ത് തെളിവ്? സമാധാനായില്ലേന്ന്? ഒട്ടും ആയില്ല. നീ ഫോൺ നേരത്തെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിക്കാൻ പോയപ്പോഴേക്കും നീ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് നോക്ക്. ഞാൻ വിചാരിച്ചത് ആ നെക്ലസ് എന്റെ ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പ്രീതയെ കുറ്റപ്പെടുത്തിയത്. പിന്നെ പ്രീത ഒരിക്കലും പറഞ്ഞില്ല അവൾ എന്റെ നെക്ലസ് മോഷ്ടിച്ചിട്ടില്ലെന്ന്. അപ്പം ഞാൻ കരുതി അവൾ എന്റെ നെക്ലസ് എടുത്തെന്ന്. അപ്പൊ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു. പിന്നെ ഈ വീടിന്റെ അവസ്ഥ നോക്ക്. പ്രീത മിണ്ടാതിരുന്നാലും അത് എന്റെ തെറ്റാണോ? ഏയ്, ഈ വക കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. നീ എന്നോട് ഇത് പറയാ. നീ റെസിപ്റ്റും കൈവച്ചാണോ നടക്കുന്നത്? എപ്പോഴും പോക്കറ്റ് കാണുമല്ലേ ഇത്? ആ, നിനക്കറിയായിരുന്നോ ഞങ്ങൾ ഈ നെക്ലസിനെ പറ്റി സംസാരിക്കുന്നത്? അതുകൊണ്ട് റെസിപ്റ്റ് കൈ കൊണ്ടുവരണമെന്ന് പറയേ. അല്ല, ഇത് എപ്പോഴും കൈ കാണുമോ? ഞാനൊരു കാര്യം ചോദിക്കാം നിന്നോട്. അപ്പൊ നിനക്ക് അറിയണല്ലേ ഞാൻ ഈ റെസീറ്റ് പോക്കറ്റിട്ട് എന്തിനാ നടക്കുന്നതെന്ന്? പറയാം. ഈ റെസീറ്റും പോക്കറ്റിട്ട് ഞാൻ എന്തിനാ നടക്കുന്നതെന്നറിയോ? കാരണം ഈ റെസീറ്റും എടുത്തോണ്ട് ഞാൻ ജ്വല്ലറി ഷോപ്പിൽ പോകാനിരുന്നതാ. ആ ജ്വല്ലറി ഷോപ്പിന്റെ ഓണറിനെ കാണിക്കാൻ വേണ്ടിട്ട്. കാരണം എനിക്ക് എക്സാക്ട്ലി സെയിം നെക്ലസ് വേണമായിരുന്നു പ്രീതയ്ക്ക് വേണ്ടി. കള്ളോ ഇത്? നുണയാ നീ പറയുന്നത്? ഇത് നോക്ക് പ്രീത, എത്ര പ്രാവശ്യം ഞാൻ നുണയാണ് പറയുന്നത്. കിരൺ, സ്റ്റോപ്പ് ഇറ്റ് നൗ. എപ്പോഴും പ്രൂവ് ചെയ്യേണ്ട അവസ്ഥയാണ്. കിരൺ എന്റെ മേൽ ആരോപണം ഉന്നയിച്ചു. പിന്നെ എല്ലാവരും എന്റെ ക്യാരക്ടറിന്റെ മുകളിൽ കരിവാരി തേച്ചു. എന്താ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിക്കോട്ടെ അത് എന്റെ നെക്ലസ് ആണെന്ന്? കിരൺ, നീ എന്നെ ഒരിക്കലും വിശ്വസിക്കാറില്ല. എന്റെ ചെറിയൊരു തെറ്റിന്റെ പുറത്താണോ ഇത്രയും വലിയ ഡ്രാമ നടക്കുന്നത്? പിന്നെ നിങ്ങളൊന്നും മിണ്ടാതെ കേട്ടോണ്ടിരിക്കുവാണോ? ഷേളിൻ, രോഹിത് മോനെ ഒന്ന് ഷേളിന്റെ അടുത്തേക്ക് ഇല്ല. കിരൺ, സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നീ എന്തൊക്കെയാ കാണിക്കുന്നേ?
നിന്റെ ഒരു ഒറ്റ തെറ്റ് ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ക്ഷണിച്ചു വരുത്തിയത്? പൃഥ്വിയേട്ടാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇത്രയധികം വഴക്ക് പറഞ്ഞ്? ഇന്ന് വരെ ആരും എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞാനും ഒരു മനുഷ്യനാ. എത്ര ഇത് വെച്ച സഹിക്കുക? ഷെർലിൻ, സോക്കെ രോഹിതേട്ടാ, ഇനി സോറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത്രയും ഇൻസൾട്ടിന് ശേഷം സോറി വ്യാജമാണെന്നേ തോന്നൂ. നോക്ക്, ഞാൻ നിന്നോട് ഇവിടെ സോറി പറയണമെന്ന് വന്നതല്ല. നിങ്ങൾ എന്തിനാ സോറി പറയുന്നേ? ആ പ്രീതയല്ലേ തെറ്റ് ചെയ്തത്. ഷെർലിൻ, നിനക്ക് കുറച്ചു നേരമെങ്കിലും ഒന്ന് മിണ്ടാതെ നിന്റെ ഈ പിടിവാശിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടേ എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അതിന് പറ്റുമോ നിനക്ക്? നീയും കവിതന്റെയും അവിടെ നിന്ന് പ്രീതയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവൾ അവിടെ നിന്ന് അതൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. തെറ്റ് അവളുടെ ആയിരുന്നില്ല, പിന്നെ ആരുടെ ആയിരുന്നു? കിരണിന്റെ. എന്നിട്ട് നിങ്ങൾ അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അതൊക്കെ അവൾ കേട്ടോണ്ടിരുന്നേ ഉള്ളൂ. അതിന് പകരമായിട്ട് അവൾ ഒരു അക്ഷരം പോലും നിന്നോട് ചോദിച്ചില്ല. ആഹാ, അപ്പൊ ഇനി എന്താ വേണ്ടത്? ഞാനും അവിടെ പോയി ഒരു മൂലയ്ക്ക് മിണ്ടാതിരിക്കണോ? ആ ഇൻസൾട്ട് സഹിച്ചോണ്ട് എല്ലാരും എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോ ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കണോ? എന്നെ സത്യസന്ധത സ്ഥാപിക്കാതിരിക്കണോ? ഞാനവിടെ മിണ്ടാതിരുന്നാലുണ്ടല്ലോ എല്ലാവർക്കും തോന്നും ഞാൻ നുണച്ചാണെന്ന് കിരൺ പറയുന്നതാണ് ശരിയെന്നു. നീ എപ്പോഴാ റിയാക്ട് ചെയ്തേ? സ്വയം തെളിയിക്കാനായിട്ട് കിരൺ പറഞ്ഞതിനൊക്കെ നീ എപ്പോഴാ മറുപടി കൊടുത്തേ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ. കിരൺ ആ നെക്ലസ് പൃഥ്വിയുടെ വണ്ടിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞപ്പോഴും പിന്നെ അച്ഛമ്മ വന്ന് ആ കാര്യം കൺഫേം ചെയ്തപ്പോഴും നീ അവിടെ മിണ്ടാതെ നിൽക്കുമായിരുന്നല്ലോ. ആ സമയത്ത് എന്തെങ്കിലും ചെയ്തോ നീ? പിന്നെ പൃഥ്വി അവിടെ റെസിപ്റ്റും കൊണ്ടുവന്നപ്പോ അതിനുശേഷം മാത്രമല്ല എന്തെങ്കിലും പറയാനായിട്ട് നീ വാ തുറന്നേ. എന്തുകൊണ്ട് ആദ്യം ഒന്നും പറഞ്ഞില്ല നീ ഷെർലിൻ? ഞാനാദ്യം ഒന്നും പറയാതിരുന്ന എന്താണെന്നറിയോ? കാരണം ഈ ആരോപണങ്ങൾ കൊണ്ട് ഞാൻ വളരെ ഇൻസൾട്ടഡ് ആയി തോന്നി. എന്ത് ആരോപണത്തിന്റെ കാര്യം നീ പറയുന്നേ? ആരും നിനക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. എല്ലാവരും നിന്നോട് ചില ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. അതിന് നീ മറുപടി പറഞ്ഞില്ല. ആരെങ്കിലും നിന്നോട് ചോദിച്ചോ നിനക്ക് പൃഥ്വിയുമായിട്ട് അഫെയർ ഉണ്ടോ എന്ന്? ചോദിച്ചോ? ഇല്ലല്ലോ. ദെൻ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. അഥവാ അത് നിന്റെ നെക്ലസ് ആയിരുന്നെങ്കിൽ അത് പൃഥ്വിയുടെ വണ്ടിയിൽ എങ്ങനെ വന്നു? ദാറ്റ്സ് ഇറ്റ്, ആൻഡ് ദാറ്റ് വാസ് എ വാലിഡ് ക്വസ്റ്റ്യൻ. എന്നിട്ട് കുറ്റം മുഴുവൻ പ്രീതയുടെ മുകളിൽ. അവൾ ആ നെക്ലസ് മോഷ്ടിച്ചെന്ന്. ഫോർ ഹെവൻ സേക്ക്, നിന്റെ ഈ വക തോന്നലുണ്ടല്ലോ അതിനേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ മാറ്റർ ഇപ്പൊ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം. ഇത് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നേ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. രോഹിതേട്ടാ, ഒരു കാര്യം പറയും. നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ പ്രീതയാണല്ലേ വിശ്വസിക്കുന്നത്? ഞാൻ ഒരിക്കലും ഒരാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാറില്ല. പിന്നെ തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് പറയാം. യെസ്, വിശ്വാസമാണ്. എന്നാൽ നിന്നേക്കാളല്ല ഷെർലിൻ, എന്നേക്കാളും ഏറെ എനിക്ക് പ്രീതയെ വിശ്വാസമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇയാൾ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ അതോ പ്രീതയുടെ അവതാരം പാടാനോ? എന്തിനാ ഞാൻ എന്തിനിവിടെ നിൽക്കണം പ്രീത? എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? ഇപ്പൊ പറയാനും കേൾക്കാനും എന്താ ബാക്കിയുള്ളത്? കാരണം നിനക്ക് എന്നിൽ ഒട്ടും തന്നെ വിശ്വാസം ഇല്ലല്ലോ. കാരണം ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ കുടം കമിഴ്ത്തി വെള്ളം ഒഴിക്കുന്നത് പോലെ ഇരിക്കും. വെള്ളം ഒലിച്ചു പോകുമെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. തനിക്ക് ഇത്രയധികം വെൽവിഷേഴ്സ് ഉണ്ടല്ലോ. ഇവിടെ ഒരവസരവും പാഴാക്കില്ല എന്നെ താറടിച്ച് കാണിക്കാനും പിന്നെ എന്നെ കുറ്റപ്പെടുത്താനും. ഐ മീൻ, താൻ എന്നെ സംശയിച്ചെന്നോ? എന്നെ തനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞ ഞാനും ഷെർലിനും തമ്മിൽ അഫെയറിലാണെന്ന്? ദിസ് ഈസ് ഡിസ്കസ്റ്റിംഗ്. വേണ്ട പ്രീത, എനിക്കറിയാം നീ എന്നെ വളരെ മോശം മനുഷ്യനായിട്ടാ കാണുന്നതെന്ന്. പിന്നെ നീ ഇതും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കും ഷെർലിനും ഇടയിൽ എന്തോ അഫെയർ ഉണ്ടെന്ന്. ഇല്ല, എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഞാൻ സമ്മതിക്കുന്നു മനുഷ്യർക്കെല്ലാം തെറ്റ് പറ്റാമെന്ന്. പക്ഷെ അതിന്റെ അർത്ഥം ഇതാണോ? എല്ലാ ദിവസവും ഞാൻ തെറ്റുകൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന്? ആ ഒരു തവണ എനിക്ക് തെറ്റ് പറ്റിയതാണ്. അന്ന് ഞാൻ നിന്റെയും കിരണിന്റെയും ബന്ധത്തെക്കുറിച്ച് സംശയിച്ചപ്പോൾ. പിന്നെ അതെന്തുകൊണ്ടാ സംഭവിച്ചെന്നറിയാം? ഞാൻ നിന്റെ കാര്യത്തിൽ പൊസസീവ് ആയതുകൊണ്ട്. പക്ഷെ നിന്റെ ബുദ്ധിയിൽ എന്നെ ആ തരത്തിലാണ് കാണുന്നത് പ്രീത. നീ എന്താ ചെയ്തത്? കവിത ആന്റിയുടെ ബർത്ത്ഡേക്ക് നീ എന്നെയും മാനസികം ചേർത്ത് സംശയിച്ചു. എന്നെ എന്തെല്ലാണെന്ന് പറഞ്ഞത്? എന്നെ എന്തൊക്കെ ചീത്ത പറഞ്ഞു?
തിരിച്ച് ഒരു വാക്കെങ്കിലും ഞാൻ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല ഞാൻ. എന്താന്ന് വെച്ചാൽ ഞാൻ കരുതി ഇതൊരു ചെറിയ തെറ്റിദ്ധാരണ ആയിരിക്കും, എനിക്ക് തോന്നിയതുപോലെയുള്ള ഒരു ചെറിയ തെറ്റിദ്ധാരണ. പക്ഷേ ഇല്ല, ഈ കഥ അവിടെ അവസാനിച്ചില്ല. നിങ്ങൾ ഇവിടെ വെച്ച് വീണ്ടും എന്റെ മേൽ കുറ്റം ആരോപിച്ചു. നീ എന്നെ വിശ്വസതയില്ല. അതും ആര് പറഞ്ഞിട്ട്? ആ കിരൺ പറഞ്ഞിട്ടോ? എന്ന് വെച്ചാൽ അവൻ എന്ത് പറഞ്ഞാലും അത് സത്യം. അപ്പൊ ഞാൻ പറയുന്നത് അതിനൊന്നും ഒരു വിലയില്ലേ? അല്ല, അങ്ങനെയൊന്നുമല്ല. പൃഥ്വിയുടെ പ്ലീസ് ബിലീവ് മീ, ഐ ആം സോ സോറി. എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഇത്ര വലിയ തെറ്റ് എങ്ങനെ സംഭവിച്ചു എന്ന്. ഈ ഒരു ദിവസം വരെ ഞാൻ തന്നെ സംശയിച്ചിട്ടേ ഇല്ല. ഇപ്പൊ നീ ഇതല്ലേ ചിന്തിക്കുന്നത്? ഇപ്പൊ താൻ എന്താ ചെയ്തതെന്ന്, ഈ സംശയത്തിന്റെ കാര്യം എങ്ങനെ വന്നു എന്ന് ഞാൻ തനിക്ക് പറഞ്ഞുതരാം. ഞാൻ തനിക്ക് ഫോൺ ചെയ്തപ്പോ നീ റിസീവ് ചെയ്തേ ഇല്ല. നിന്റെ ഫോൺ ആ കിരണാണ് എടുത്തത്. എന്നിട്ട് ഞാൻ നിന്നെ സംശയിച്ചില്ല. അഥവാ എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും നിന്നെ സംശയിക്കുമായിരുന്നു. പിന്നെ അവര് പറയായിരുന്നു നിങ്ങൾ രണ്ടാളെ ഒന്ന് ശ്രദ്ധിച്ചേക്കാൻ. പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല. ചെയ്തോ ഞാനങ്ങനെ? ഒരു തവണ പോലും ഞാൻ നിന്നോട് ചോദിച്ചില്ല നിന്റെ ഫോൺ എന്തിനാ ആ കിരൺ എടുത്തതെന്ന്. ചോദിച്ചോ ഞാൻ നിന്നോട്? എന്റെ നന്മയെ നീ ഇങ്ങനെയാണോ കരുതിയത്? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ ജ്വല്ലറി ഷോപ്പിന്റെ ബില്ല് കാണിക്കേണ്ടി വന്നില്ല ഞാൻ.